എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ DDE യുടെ ഉത്തരവ് പ്രകാരം സ്കൂളിൽ നിന്നും ഹിജാബ് ധരിച്ചു എന്നതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ സ്കൂളിന് പുറത്ത് നിർത്തി സ്കൂളിലെ യൂണിഫോം നിർബന്ധമായും ധരിക്കണം എന്ന് സ്കൂൾ അധികൃതർ വാശി പിടിച്ചതിന് എതിരെ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. കുട്ടിയെ ആ സ്കൂളിൽ പ്രവേശിപ്പിക്കണം. അപ്പം ഇതിനെതിരെ ആ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ വിധിയുണ്ടായി. കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുക. DDE പറഞ്ഞത്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ, എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ പറഞ്ഞത് കേൾക്കുക. നമ്മൾ ഈ സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ഫ്ലോപ്പായി. അപ്പം ചില മാനേജ്മെൻറ്റുകൾ, പ്രത്യേകിച്ചും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാ ഈ സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റുകളും അറപ്പൻ ഫീസാണ് മേടിക്കുന്നത്. അതോടൊപ്പം സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, സ്കൂൾസ് ആർ ലൈക്ക് മിലിറ്ററി അക്കാഡമീസ്. എന്തുവാ ഇത്? ഫ്രീ വേ ഓഫ് ലേണിംഗ് ആയിരിക്കണം. നമ്മൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നു? എന്തുകൊണ്ട് കുട്ടികൾ ഇന്ത്യക്ക് പുറത്ത് പോകുന്നു, കേരളത്തിന് പുറത്ത് പോകുന്നു? പല രീതിയിലും സ്കൂളുകൾ മിലിറ്ററി അക്കാഡമി അല്ല, ഫ്രീ വേ ഓഫ് തിങ്കിങ്, തോട്ട്ഫുൾനെസ്, അവരുടെ എക്സ്പീരിയൻസ്, ഒബ്സർവേഷനിൽ നിന്നൊക്കെയാണ്. ഈ കോൺവെൻറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഈ കുട്ടിയുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്രദമാണ്. അവരെന്ത് ഫീസാണ് മേടിക്കുന്നത്? അവിടുത്തെ അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ നോക്കുക. സർക്കാർ സ്കൂളുകളിൽ B.Ed.ഉം പോസ്റ്റ് ഗ്രാജുവേഷനും അതോടൊപ്പം ടെസ്റ്റ് എഴുതി അവരുടെ കഴിവ് തെളിയിച്ചിട്ട് വരുന്ന അധ്യാപകരോട് എപ്പോഴും കേരളത്തിൽ സർക്കാർ സ്കൂളുകളെ പ്രൊമോട്ട് ചെയ്യുക. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളാണ് ശരിക്കും കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തുടക്കമിട്ട. പലതും തുടക്കമിട്ടവർ പിന്നീട് എന്ത് ചെയ്യുന്നു? അവരുടെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി മാത്രമേ. എനിക്ക് നിയറസ്റ്റ്, ഞങ്ങളൊക്കെ താമസിക്കുന്നതിന് നിയറസ്റ്റ് ആയിട്ട് കുറേ സ്കൂളുകളുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളാണ് നടത്തുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു മാനേജ്മെൻറ്റാണ് നടത്തുന്നത്. അവിടെ പഠിപ്പിക്കുന്നത് ഡിഗ്രി പാസ്സായ, അവർക്ക് ആകെയുള്ളൊരു കഴിവ് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മാത്രമാണ്. അതല്ല കഴിവ്. ലാംഗ്വേജ് ആർക്കും പഠിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളെ അവിടെ മാറ്റുക, എന്നിട്ട് സർക്കാർ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുക. എന്നിട്ട് അടുത്ത ഒരു പരിപാടി സർക്കാർ ചെയ്യേണ്ടത് നമ്മുടെ സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ അത് പുതിയതാക്കുക. അതിനകത്ത് ഫാക്കൽറ്റീസ് അപ്ഡേറ്റ് ചെയ്യുക. നല്ല നിലവാരത്തിൽ കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ പോകുന്ന അവസ്ഥ വന്നാൽ ഈ വിദ്യാഭ്യാസ മേഖലകളിൽ ചൂഷണം നമുക്ക് തടയാൻ കഴിയും. നമുക്കറിയാം, ഒന്നുകൂടെ ഞാൻ പറയാം, പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ +1 +2 ശേഷമുള്ള വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ ഇനി നടക്കത്തൊന്നുമില്ല. അതിനുവേണ്ടി പൈസ ചിലവാക്കുകയോ ഗവൺമെൻറ് വിദേശ സർവകലാശാലകളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അതിന് കേരളത്തിൽ കഴിയത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. മറിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം, +2 വരെയുള്ള വിദ്യാഭ്യാസം, അത് സർക്കാർ തലത്തിൽ സർക്കാർ സ്കൂളുകളിൽ സൗജന്യമായി കൊടുക്കുന്നത് വലിയ ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി നല്ലൊരു മോട്ടിവേഷനോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റുകൾ കുട്ടികളെ പുറത്ത് നിർത്തുന്നില്ല. ഹിജാബ് ധരിക്കുക എന്നുള്ളത്, ധരിക്കാതിരിക്കുക എന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ്. അവിടുത്തെ സ്കൂൾ യൂണിഫോം ഒക്കെ ഓൾറെഡി നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയും. സ്കൂളിന് നിയമമുണ്ട്, സ്കൂളിലെ യൂണിഫോം ധരിച്ച് വരണമെന്നുള്ളത്. അത് അവരുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്, അത് ഫോളോ ചെയ്യണം. 2 ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. എന്നാൽ പോലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. ഒരുപക്ഷെ അവർ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവരെ പതുക്കെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അല്ലാതെ സഡൻ ആക്ഷൻ ആണെങ്കിൽ കുട്ടികൾക്ക് മാനസികമായി വിഷമം ഉണ്ടാക്കും. അത് ആരാണെങ്കിലും ശരിയല്ലേ?